Hello friends, I am Tulasi. Welcome to fourth dimension. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്പീഡും വെലോസിറ്റിയും അതിൻ്റെ കുറേ ക്യാരക്ടേഴ്സും ഒക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു കൈനമാറ്റിക് ഇക്വേഷൻസ് ഫോർ യൂണിഫോമിറ്റി ആക്സിലറേറ്റ് മോഷൻ. അതായത് when a body travels along a straight line between initial and final position, the body has displacement, the body has uniform acceleration, then velocity, initial and final position. ഇങ്ങനെ കുറേയധികം ടേംസുകൾ അവിടെ ഉണ്ടാകാം. ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ ക്വാണ്ടിറ്റികളെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ആണ് എന്തറിയപ്പെടുന്നത്. ദാറ്റ് ഈസ് കോൾഡ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂണിഫോമിറ്റി ആക്സിലറേറ്റഡ് മോഷൻ. ഇവിടെ ഈ ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത് യൂണിഫോം ആക്സിലറേഷൻ ഉള്ള ബോഡിക്കാണ്. അതായത് വെലോസിറ്റി ചേഞ്ചസ് ബൈ ഈക്വൽ അമൗണ്ട്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചേക്കുന്ന യൂണിഫോം ആക്സിലറേഷനുള്ള ഓബ്ജക്റ്റുകളുണ്ട്, നോൺ യൂണിഫോം ആക്സിലറേഷൻ വരുന്ന ഓബ്ജക്റ്റുകളുണ്ട്. പക്ഷേ നമ്മൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ആർക്ക് വേണ്ടി മാത്രമാണ്? only for objects which are traveling with യൂണിഫോം ആക്സിലറേഷൻ. അപ്പം ആ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്ന ഡേറ്റ I is initial position and F is the final position when the body is traveling along a straight line. Then we are specifying the time 0 as when the particle is at the initial position. Initial position നിൽക്കുമ്പോൾ നമ്മൾ സമയം 0 സെക്കൻഡ്സ് എടുക്കുന്നു. ഫൈനൽ പോയിന്റിൽ വരുമ്പോൾ അതിൻ്റെ സമയം t സെക്കൻഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 0 സെക്കൻഡ്സിലെ എല്ലാ ക്വാണ്ടിറ്റികളും ഇനിഷ്യൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇനിഷ്യൽ പൊസിഷൻ നമുക്ക് ആദ്യം എടുക്കാം. ഇനിഷ്യൽ പൊസിഷൻ ഏതാ വന്നിരിക്കുന്നത്? x0, ആൻഡ് ദിസ് ഈസ് കറസ്പോണ്ടിങ് ടു ഇവിടെ എഴുതിയിട്ടുള്ള ഇനിഷ്യൽ പൊസിഷൻ x0 എന്ന് പറയുന്നത് അറ്റ് ടൈം t ഈക്വൽ 0. ദെൻ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് എപ്പോഴും എഫ് എന്ന് പറഞ്ഞ പോലെ പൊസിഷൻ എക്സ് അല്ലേ. അപ്പം ഫൈനൽ പൊസിഷൻ എക്സ് കറസ്പോണ്ട് ടു ടൈം t ഈക്വൽ ടു t സെക്കൻഡ്സ്. ദെൻ ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ നമുക്ക് എസ് എന്ന് എടുക്കാം. ആൻഡ് എസ് ഈസ് ടേക്കൺ ആസ് എക്സ് മൈനസ് x0 എന്നും എടുക്കാം. എസ് ഈസ് എക്സ് മൈനസ് x0, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ, അങ്ങനെ എടുക്കാം. പിന്നെ നമ്മുടെ ഇനിഷ്യൽ പൊസിഷൻ മെൻഷർ ചെയ്യുന്ന 0 ടൈമിൽ അതിൻ്റെ വെലോസിറ്റി കാണും, ഇനിഷ്യൽ വെലോസിറ്റി. സോ ഇനിഷ്യൽ വെലോസിറ്റി v0 at t ഈക്വൽ 0. Then the body has velocity when it reaches the final point, which is v. This corresponds to time t seconds. So final velocity v at t is equal t seconds, and in between initial and final position, the body is traveling with a uniform acceleration that is represented by the letter a. അപ്പോൾ ഇങ്ങനെ കുറേ ക്വാണ്ടിറ്റികളൊക്കെ അസ്യൂം ചെയ്തിട്ടാണ് നമ്മുടെ ഇതിലേക്ക് പോകുന്നത്. വി ആർ ഗോയിങ് ടു ദ ഇക്വേഷൻസ് ഓഫ് മോഷൻ, കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി ടൈം റിലേഷനാണ്. വെലോസിറ്റി ടൈം റിലേഷൻ. ഈ വെലോസിറ്റി ടൈം റിലേഷനകത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്സിലറേഷനാണ്. ആക്സിലറേഷൻ a is equal to change in velocity by time interval. Here the initial velocity is v0 and final velocity is v. So what is the change in velocity? Equal to final minus initial, v minus v0 divided by time interval എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടുത്തെ 0 ടൈമും ഇവിടെ t ആയതുകൊണ്ട് t മൈനസ് 0 എന്ന് എടുക്കാം. എന്ന് പറഞ്ഞാൽ v മൈനസ് v0 ഈസ് ഇക്വൽ ടു t 0 എടുക്കണ്ടല്ലോ, അപ്പം ഡിവൈഡ് ബൈ t എന്ന് എടുക്കാം. ആൻഡ് ഫ്രം ദാറ്റ് ക്രോസ് റിപ്ലൈ നോക്കുക. ക്രോസ് റിപ്ലൈ ചെയ്യുമ്പോൾ v മൈനസ് v0 ഈസ് ഇക്വൽ ടു a ഇൻറ്റു t, ആൻഡ് ഫ്രം ദാറ്റ് v ഈസ് ഇക്വൽ ടു v0 പ്ലസ് at നമുക്ക് കിട്ടത്തില്ലേ. And this relation is called the velocity time relation. This is the first kinematic equation. Next is displacement time relation. അതാണ് നമുക്ക് അടുത്ത ഇക്വേഷൻ. കൈനമാറ്റിക് ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. അപ്പം അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഗ്രാഫാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. ഇൻ ദ ഗ്രാഫ് യു ആർ റെപ്രസെൻറ്റിംഗ് ദി ഇക്വേഷൻ v ഈസ് ഈക്വൽ ടു v0 പ്ലസ് at. ഇത് ഗ്രാഫിക്കലായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ദ ബോഡി ഈസ് ട്രാവലിംഗ് വിത്ത് എ യൂണിഫോം ആക്സിലറേഷൻ. So the velocity time graph is a straight line AB which is sloping upwards. അപ്പോൾ നമ്മൾ യൂണിഫോം ആക്സിലറേഷൻ ബോഡിയുടെ വെലോസിറ്റി ചേഞ്ചസ് ബൈ ഈക്വൽ അമൗണ്ട്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആയതുകൊണ്ട് ഗ്രാഫ് എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇറ്റ് ഈസ് സ്ലോപ്പിംഗ് അപ്വേർഡ്സ് അല്ലേ. അപ്പോൾ AB ആണ് ഇവിടുത്തെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയും അല്ലേ. ഈ ഗ്രാഫിനകത്ത് നമുക്ക് v0 റെപ്രസെൻറ്റ് ചെയ്യണം, v റെപ്രസെൻറ്റ് ചെയ്യണം, a ഇൻറ്റു t റെപ്രസെൻറ്റ് ചെയ്യണം, ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്യണം അല്ലേ. അപ്പം നമുക്ക് ഈ ഗ്രാഫിന് O മുതൽ A വരെയുള്ള ഈ ഗ്രാഫിൻ്റെ ഇനിഷ്യൽ പോയിന്റ് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഒറിജിൻ മുതൽ ഇവിടെയുള്ള ഈ സ്പേസിംഗ് നമുക്ക് തരുന്ന ഇനിഷ്യൽ വെലോസിറ്റി.
ദാറ്റ് ഈസ് ഇക്വൽ ടു സി ഡി ആണ്. അപ്പോൾ ഈ ഒ എ എന്ന് പറഞ്ഞതും ഡി സി എന്ന് പറഞ്ഞതും ഈക്വൽ ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഒ എ ഈസ് ഇക്വൽ ഡി സി ഈസ് ഇക്വൽ ടു V0. ദെൻ ഇതിൻ്റെ ഫൈനൽ പോയിന്റ് കണ്ടല്ലോ, ബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഫൈനൽ പോയിന്റ് അല്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെലോസിറ്റി വി ആയിരിക്കുമല്ലോ. ആ വി ആണെങ്കിൽ അതായത് ഡി സി എന്ന് പറഞ്ഞ സ്പേസിങ് വി ഒ ആണ്. ഡി മുതൽ ബി വരെ വരുന്ന വി ആണെങ്കിൽ വാട്ട് അബൌട്ട് ബി സി? ബി സി ഇസിക്കൽ ബി മൈനസ് V0 ഈസിക്കൽ ടു 80. അപ്പോൾ ബി സി ഇസിക്കൽ വി മൈനസ് V0 ദാറ്റ് ഈസിക്കൽ ടു 80. ദെൻ OD is this is the time axis and OD is equal to small t, so that OD is equal to AC is equal to small t. അപ്പോൾ ഈ ഫിഗറിനകത്ത് OA is equal to DC is equal to നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. ഡി ബി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് എപ്പോഴും ഫൈനൽ വെലോസിറ്റി ആയിരിക്കും. ഈ ഗ്രാഫിൻ്റെ രണ്ടാമത്തെ എൻഡിൽ നിന്ന് കിട്ടുന്ന വെലോസിറ്റിയാണ്. പിന്നെ OD is equal to AC is equal to small t എന്ന് എടുക്കാം. എന്ന് പറഞ്ഞ സമയത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഒഡിയും അതുപോലെ തന്നെ ടീം. അത് ടൈം ആക്സിസിൻ്റെ പാരലായിരിക്കും. അപ്പോൾ തന്നെ ബി സിയുടെ വാല്യൂ ഇത്ര എടുക്കും, ദാറ്റ് ഈസ് ഈക്വൽ ടു വി മൈനസ് വി നോട്ട് എന്ന് എടുക്കാം. വി മൈനസ് V0 എന്ന് എടുക്കാം. വി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെ അല്ലേ, ഇവിടുന്ന് ഇവിടെ വരെ V0 വന്നാൽ വി മൈനസ് V0 എന്ന് കിട്ടും. പക്ഷേ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇക്വേഷന് കിട്ടുന്ന ഫോമുല എന്താ? വി ഇസിക്കൽ V0 പ്ലസ് 80 എന്നിട്ട് അതിനെ അറേഞ്ച് ചെയ്താൽ വി മൈനസ് V0 ഇസിക്കൽ ടു 80 എന്ന് കിട്ടും. സോ ദാറ്റ് വാല്യൂ ഇസിക്കൽ ടു 80. ദെൻ യു ആർ ടേക്കിംഗ് ദ ഏരിയ അണ്ടർ ദ ഗ്രാഫ് AB. Next you are writing area under the graph AB equal to ABക്ക് താഴത്തെ ഏരിയ എടുക്കുമ്പോൾ അതിനകത്തൊരു റെക്റ്റാങ്കിൾ കാണാം അല്ലേ, പിന്നെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് രണ്ടിൻ്റെയും കൂടി ഏരിയ ആഡ് ചെയ്യുന്നതാണ് ഏരിയ അണ്ടർ AB. അതുകൊണ്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, അതിൻ്റെ പേര് നോക്കി OACD. റെക്റ്റാങ്കിൾ ഇതല്ലേ, OACD. ഈ റെക്റ്റാങ്കിൾ വരും. പ്ലസ് ഇനിയും ആ ഗ്രാഫിന് താഴെ വരുന്ന ABക്ക് താഴെ വരുന്ന ഏരിയ ഒരു ട്രയാങ്കിളിൻ്റെ ഇത് ഷെയ്ഡ് ചെയ്ത് കണ്ടില്ലേ, ആ ഏരിയ കൂടി എടുക്കണം. പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ, അതിൻ്റെ പേരെന്താ? ABC. ട്രയാങ്കിൾ ABC. Then how can you find out the area of a rectangle? Length into breadth ആണ്. അപ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദിസ് വാല്യൂ ആസ് OA ഇൻറ്റു OD. OA ഇൻറ്റു OD പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ബേസ് ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡ്. ബേസ് അവിടുത്തെ AC ആണ്. AC ഇൻറ്റു ഓൾട്ടിറ്റ്യൂഡായിട്ട് വരുന്ന BC ആയിരിക്കും, ഇൻറ്റു BC. സോ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു OA ഇൻറ്റു OD എന്ന് പറയുമ്പോൾ OAയുടെ വാല്യൂ ഇത്ര കിട്ടിയിരിക്കുന്നത് V0 ഇൻറ്റു ടി. OD എന്ന് പറഞ്ഞാൽ അവിടെ ടി അല്ലേ, V0t പ്ലസ് ഹാഫ് ഓഫ് ACO. ദ വാല്യൂ ഓഫ് AC ഈസ് ഈക്വൽ ടു ടി ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഹാഫ് ഓഫ് ടി ഇൻറ്റു BC എന്ന് പറയുന്ന വാല്യൂ എത്ര? BC ഈസ് ഈക്വൽ ടു 80. സോ വി ക്യാൻ റൈറ്റ് ദിസ് വാല്യൂ ആസ് V0t പ്ലസ് ഹാഫ് ഓഫ് 80 സ്ക്വയർ. ബട്ട് യു നോ ദാറ്റ് ദ ഏരിയ അണ്ടർ ദ വെലോസിറ്റി ഗ്രാഫ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ നമുക്ക് ഈ ABക്ക് താഴെ വരുന്ന ഈ സം ചെയ്ത ഏരിയ ഇല്ലേ, ദ റെപ്രസെന്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ദെയർഫോർ ഡിസ്പ്ലേസ്മെന്റ് S is equal to area under the graph. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നേരത്തെ എഴുതിയപോലെ X മൈനസ് X0 എന്നാണ്, ഫൈനൽ പൊസിഷൻ മൈനസ് ഇനിഷ്യൽ പൊസിഷൻ വേണമെങ്കിൽ എഴുതാം. ദാറ്റ് ഈസ് X മൈനസ് X നോട്ട് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ V0t പ്ലസ് ഹാഫ് ഓഫ് 80 സ്ക്വയർ എന്ന് കിട്ടത്തില്ലേ. ഫൈനലായിട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് S is equal V0t പ്ലസ് ഹാഫ് ഓഫ് 80 സ്ക്വയർ. This is a displacement time relation. The last equation is the displacement velocity relation. Here we can see the velocity of the body changes from V0 to V during an interval of time t seconds. But t seconds കൊണ്ട് ബോഡിയുടെ വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി V0 ഇന്ന് ഫൈനൽ വെലോസിറ്റി വിയിലേക്ക് മാറുകയല്ലേ. ഇതിനകം ബോഡിക്ക് ഉണ്ടാക്കുന്ന ഡിസ്പ്ലേസ്മെന്റ് S ആണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെ എഴുതാമെന്ന് നോക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് S is equal to
വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതുന്നത് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ഇൻ്റർവൽ. ഇവിടെ വെലോസിറ്റി ആവറേജ് ചെയ്യുമ്പോൾ V0 വിയുടെ ആവറേജ് എടുക്കണം. അപ്പോൾ നമുക്ക് V പ്ലസ് V0 ഡിവൈഡ് ബൈ 2 ആവറേജ് V പ്ലസ് V0 ബൈ 2 ഇൻറ്റു ടൈം ഇൻ്റർവൽ നമുക്ക് T സെക്കൻഡ്സ് അല്ലേ, അപ്പം ഇൻറ്റു T എന്ന്. സോ S ഈസ് ഈക്വൽ ടു V പ്ലസ് V0 ബൈ 2 ഇൻറ്റു T. But you know the equation V is equal to V0 plus ET. ഈ ഇക്വേഷൻ നമ്മൾ എടുക്കുക. ഇതിനകത്ത് നമുക്ക് ടിയുടെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടുന്ന AT ഇപ്പോൾ എത്രയായിരിക്കും? AT is equal to V minus V0 or T is equal to V minus V0 divided by A. പിന്നെ നമുക്ക് ഈ ടൈമിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, V minus V0 by എന്ന് പറഞ്ഞ വാല്യൂ കിട്ടിയില്ലേ, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ ഡിസ്പ്ലേസ്മെന്റ് S is equal to V plus V0 divided by 2 into ടൈമിൻ്റെ പ്ലേസിൽ വരുന്ന വാല്യൂ V minus V0 ഡിവൈഡ് ബൈ A എന്ന് കിട്ടും. ഡിവൈഡ് ബൈ A. V minus V0 by A. ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2ഉം Aയും മൾട്ടിപ്ലൈ ചെയ്യുക. അത് ലെഫ്റ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2AS is equal to V plus V0 into V minus V0. അപ്പോൾ ഇത് ഏത് ഫോമാണ് വരുന്നത്? A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞ ഫോം അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ? എ സ്ക്വയർഡ് മൈനസ് ബി സ്ക്വയർഡ് അല്ലേ. അപ്പോൾ ആ ഫോമിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യണം. സോ 2AS ഈസ് ഈക്വൽ ടു ഇതിൻ്റെ വാല്യൂ അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്ര ആയിരിക്കും? 2AS ഈസ് ഈക്വൽ ടു V സ്ക്വയർഡ് മൈനസ് V0 സ്ക്വയർഡ്. ഈ V0 സ്ക്വയർഡ് നമുക്ക് ലെഫ്റ്റിലേക്ക് മാറ്റാം അല്ലേ, അല്ലെങ്കിൽ അങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് V0 സ്ക്വയർഡ് പ്ലസ് 2AS മൈനസ് V0 സ്ക്വയർഡ് ഇപ്പുറത്ത് തന്നെ പ്ലസ് ആകത്തില്ല. P0 സ്ക്വയർഡ് പ്ലസ് 2AS ഈസ് ഈക്വൽ ടു V സ്ക്വയർഡ്. നമുക്ക് വേണം അതൊരു ഓർഡറിലാക്കുകയാണെങ്കിൽ V സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു V0 സ്ക്വയർഡ് പ്ലസ് 2AS. And this is the expression connecting or relation connecting displacement and velocity. Now the velocity V is around displacement is silly. So this is the relation connecting displacement and velocity. V squared is equal to V0 squared plus 2AS. Next is motion under gravity. It is a motion of an object due to the influence of the force of gravity. നമ്മുടെ സറൗണ്ടിങ്ങിൽ നമ്മൾ പല വസ്തുക്കളും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ട് താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. ഒരു എക്സാമ്പിൾ എടുത്താൽ നമ്മുടെ കയ്യിലൊരു ബോഡി എടുക്കുക, അതിനൊന്ന് ഡ്രോപ്പ് ചെയ്യാം, അപ്പോൾ അത് താഴേക്ക് പോയിട്ടില്ലേ, ദറ്റ് ഈസ് മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അതേപോലെ തന്നെ നമ്മൾ മരങ്ങളൊക്കെ എടുക്കുക. മരങ്ങൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഒരു തെങ്ങാണെന്ന് വിചാരിക്കുക. അതിൽ നിന്നൊരു തേങ്ങ താഴോട്ട് വീഴുകയാണെങ്കിൽ ദറ്റ് ഈസ് ഓൾസോ ദ മോഷൻ അണ്ടർ ഗ്രാവിറ്റി. അവിടെയെല്ലാം ആ മോഷൻ നടക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രസൻസ് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഈ മോഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മോഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ദറ്റ് ഈസ് കോൾഡ് ഫ്രീ ഫാൾ. അപ്പോൾ നമുക്ക് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയില്ല, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു പ്രത്യേകത ദറ്റ് ഈസ് ഫ്രീ ഫാൾ. ഈ ഫ്രീ ഫോൾ നടത്തുന്ന ബോഡിയുടെ പ്രത്യേകത ഇറ്റ് ഹാസ് ആൻ ആക്സലറേഷൻ ബിക്കോസ് വെൻ ഇറ്റ് ഫോഴ്സ് ഡൗൺ ദ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ഇൻക്രീസസ്. അതുകൊണ്ട് അതിനൊരു ആക്സലറേഷൻ ഉണ്ടാകും. ആൻഡ് ദിസ് ആക്സലറേഷൻ ഇസ് കോൾഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ ആക്സലറേഷൻ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഹെവി ഒബ്ജക്റ്റ് ആയാലും ലൈറ്റ് ഒബ്ജക്റ്റ് ആയാലും അതിൻ്റെ ആക്സലറേഷൻ ഗ്രാവിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മാസസ് ആയിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ആവറേജ് വാല്യൂ ഈ ആക്സലറേഷൻ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഈ ബോഡിക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ആക്സലറേഷൻ ഗ്രാവിറ്റി അല്ലേ, അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? G is equal to 9.8 meter per second squared on the surface of the earth. Next is equation of motion for a freely falling body. നമ്മൾ സാധാരണ പഠിക്കുന്ന ഇക്വേഷൻസ് ഓഫ് മോഷൻ ഏതൊക്കെയാണ്? That is V is equal to V0 plus ET. Second one is S is equal to V0 T plus half of ET squared. And the last one is V squared is equal to V0 squared plus 2AS. ഇവിടെ എല്ലാം നമ്മൾ ആക്സലറേഷൻ എടുക്കുന്നത് A എന്നാണ്. But when the body falls freely, the acceleration A becomes acceleration due to gravity. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഫ്രീലി ഫാളിംഗ് ബോഡിയുടെ ഇക്വേഷൻസ് നമ്മൾ എഴുതുമ്പോൾ ഫൈനൽ വെലോസിറ്റി V is equal to ഇനിഷ്യൽ വെലോസിറ്റി പ്ലസ് GT എന്ന് കൊടുക്കും. എക്ക് പകരം കൊടുക്കുന്ന ടൈം എന്തായിരിക്കും? GT. അവിടുത്തെ ആക്സലറേഷൻ G ആണ്. സെക്കൻഡ് ഇക്വേഷൻ വരുന്നത് S is equal to V0 T plus half of GT squared. എക്ക് വരെ അവിടെയും നമ്മൾ G കൊടുത്തു. ആൻഡ് ദ ലാസ്റ്റ് ഇക്വേഷൻ ഈസ് V squared is equal to V0 squared plus
2GS. ഈ ഇക്വേഷൻസ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് ഫോളോ ചെയ്യുന്ന ബോഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. ഇതാണ്. അപ്പം നമുക്കറിയാം, ഒരു ബോഡി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കുറയും. ഇപ്പോൾ നമ്മളൊരു കല്ലെടുത്ത് മുകളിലോട്ട് എറിഞ്ഞാൽ ഓരോ സമയം കഴിയുമ്പോൾ കല്ലിനെ എറിയുമ്പോഴാണ് ഏറ്റവും കൂടി വെലോസിറ്റി വരുന്നത്. ആ സെറ്റ് മൂവ്സ് അപ്പ്, യു ക്യാൻ സി ദ വെലോസിറ്റി കണ്ടിന്യൂസ്ലി ഡിക്രീസസ് ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി കുറയാണെങ്കിൽ ആക്സിലറേഷൻ നെഗറ്റീവ് അല്ലേ. സോ ഫോർ എ ബോഡി വിച്ച് ഇസ് മൂവിങ് ഇൻ ദ അപ്വേർഡ് ഡയറക്ഷൻ, ജിയുടെ വാല്യൂ നമ്മൾ എത്ര എടുക്കുക? ദാറ്റ് ഈസ് നെഗറ്റീവ്. ഇനി തിരിച്ച് ഡൗൺവേർഡ് ആണെങ്കിലോ, ആ ബോഡി ഇങ്ങനെ താഴേക്ക് വരുന്നതോറും വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് വരികയല്ലേ. വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് അല്ലേ. അപ്പോൾ താഴോട്ടാണ് മോഷൻ നടക്കുന്നതെങ്കിൽ velocity continuously increases there, so the value of G is positive. അങ്ങനെ നമുക്ക് ജിക്ക് നെഗറ്റീവ് സൈനോ പോസിറ്റീവ് സൈനോ നമ്മൾ നോക്കിയിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റെസ്പെക്റ്റീവ് വാല്യൂസ്. മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഇത്രയും സിലബസ് നമുക്ക് ഇത്രയും പോർഷൻസ് ആണ് അതിനകത്ത് പഠിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അവിടെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.